ബോസ്, കൃഷിനെ കണ്ടുകിട്ടി. അവൻ മുംബൈ തന്നെയുണ്ട്. അവൻ ഏതോ ഭക്ഷ്യയുടെ ഫാക്ടറിയിലാണ് വർക്ക് ചെയ്യുന്നത്. സഞ്ജി, നമ്മുടെ കുഞ്ഞു ജീവനോടെ ഉണ്ടോ? കുഞ്ഞു ജീവനോടെ. ഈ കാലം അത്രയും അവനെ കാണാതെ ഞാൻ ഒരുപാട് വിഷമിച്ചു. ആർക്കും അത് മനസ്സിലാവില്ല. നമ്മൾ ഇന്നവനെ കാണുമ്പോൾ ഈ രൂപത്തിൽ നമ്മൾ അവനെ കാണാൻ പാടില്ല. ആർക്കെങ്കിലും അവൻ ഡോൺ സഞ്ജീവ് നായിക്കിന്റെ മകനാണെന്ന് അറിഞ്ഞാൽ അത് അവൻ്റെ ജീവന് തന്നെ ആപത്താ. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്ക്, ഇതെല്ലാം അവനെ കാണാനുള്ള നമ്മുടെ സമയം. മനസ്സിലായോ? അവരെന്തോ പറ്റി? വെള്ളം എടുത്തിട്ട് വാ. എന്താ നടക്കുന്നേ? മെഷീൻ എന്തിനാ നിർത്തിയേ? നിന്റെ അച്ഛന്റെയാ? സാർ, ഇവന്റെ അവസ്ഥയൊന്നും നോക്കിയേ. മെഷീൻ നിർത്തിയില്ലായിരുന്നെങ്കിൽ ഇവന്റെ ജീവൻ പോയേനെ. അവൻ തന്നെയല്ലേ കൈ വെച്ചേ? അതല്ലേ പറഞ്ഞ ഈ മെഷീൻ കുറച്ച് പഴയതാ, നോക്കിയിട്ട് ചെയ്യണം എന്നൊക്കെ. ഇവൻ ജോലി ചെയ്യുന്നോണ്ടാണ് ഇവന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇവന്റെ പെങ്ങൾക്ക് സുഖമില്ലാണ്ടിരിക്കുക. ഇത്രയും പ്രശ്നമുള്ള ഇവൻ എന്തിനിങ്ങനെ ഒരു കാര്യം ചെയ്യണം? ഇവിടെയുള്ള ആരെങ്കിലും കൃഷ്ണൻ നമ്മുടെ മകനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ശത്രുക്കൾ അവനെ ഇല്ലാതാക്കി കളയും. അവനും എന്നെപ്പോലെ തന്നെയാണ്. ഈ ബുദ്ധിമുട്ടുകളെല്ലാം കുറച്ച് ദിവസങ്ങളെ ഉണ്ടാവും. എന്താ എന്നിട്ട് ഇനി എന്തായാലും പറയാനുണ്ടോ? പോയിട്ട് ജോലി ചെയ്യാൻ നോക്ക്, അല്ലെങ്കിൽ നിന്റെ കൈ ഞാൻ ഓടിക്കും. പിന്നെ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് പിച്ച എടുക്കേണ്ടി വരും. മനസ്സിലായോ? എന്ത് നോക്കിക്കുക, പോയി ജോലി ചെയ്യേ. ഓ, ഞാനിനി എന്താടാ ചെയ്യാ? വിഷമിക്കണ്ട ദേവ്, ഇതൊന്നും നീ അങ്ങനെ ഒരു കാര്യമായിട്ട് എടുക്കണ്ട. നിന്റെ പെങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ പെങ്ങളൂടിയല്ലേ. ഞാൻ നിന്നെയും അനിയത്തെയും നന്നായിട്ട് നോക്കിക്കോളാം. ഞാനിത് നിനക്ക് എന്താ ചെയ്തേ? അടി വേണോ എനക്ക്? എനിക്ക് അച്ഛനും അമ്മയും കുടുംബമൊന്നുമില്ല. പക്ഷേ നിങ്ങളൊക്കെ ഉണ്ടല്ലോ എനിക്ക്. നിങ്ങളാ എൻ്റെ ഫാമിലി. അപ്പൊ ഈ ഫാക്ടറിയിലുള്ളവര് നിങ്ങളുടെ കുടുംബമല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇത് നിങ്ങളുടെ മാനേജറിന് മനസ്സിലായിട്ടില്ല. ഡോണ്ട് വറി, ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കാം. ആൻഡ് ദേവ്, നിന്റെ സിസ്റ്ററിന്റെ മൊത്തം ട്രീറ്റ്മെന്റും ഞാൻ നോക്കിക്കോളാം. മാഡം, നിങ്ങൾ? ഞാൻ ശാലിനി സക്സേന. ഞാനാണ് ഇവിടുത്തെ പുതിയ സെക്രട്ടറി. അപ്പോ ഇന്ന് തുടങ്ങി നമ്മളെല്ലാവരും ഫ്രണ്ട്സ് അല്ലേ? ഇപ്പൊ ഇത് വെച്ചോ. പുറത്തെ കമ്പനിയുടെ വണ്ടിയുണ്ട്. ചെല്ല്, ഹോസ്പിറ്റലിൽ പോയിട്ട് വാ. ഈ മാഡം വളരെ നല്ലൊരു സ്ത്രീയാണ് കേട്ടോ. ഇതിനു മുൻപ് പോലെ ഉണ്ടായിരുന്നവരല്ല, നല്ല സ്നേഹമുണ്ട്. എന്താ സംഭവിക്കുന്നത്? അവൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല. എന്നിട്ടും കൃഷ്ണനക്ക് എന്താ നടക്കുന്നത്? ലോകത്തിലെ ഏറ്റവും പ്രറ്റി ഗേളിന്റെ ബർത്ത്ഡേ ആണെന്ന്. എല്ലാരും വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ പാടിയേ. ലൈനിൽ നിക്ക്. ഹീറോ, വേഗം വാ. ഹാപ്പി ബർത്ത്ഡേ മാഡം. ഹാപ്പി ടു യു ബർത്ത്ഡേ മാഡം. ആരോഗ്യത്തോടെ 100 വർഷം സന്തോഷമായി ജീവിക്കണം. താങ്ക് യു ഗൈസ്. ആ രാജേഷ്, വണ്ടിയില് സ്വീറ്റ്സ് ഉണ്ടാവും, ചോക്ലേറ്റ്സ് ഉണ്ട്. ആക്ച്വലി ഇവർക്ക് സ്വീറ്റ്സ് മതിയാവും. ഓ മൈ ഗോഡ്, ഇത് ആരാ ഈ സാഡ് പേഴ്സൺ? ഓ, എന്റെ ബർത്ത്ഡേയുടെ ദിവസം ഇങ്ങനെയുള്ളവരെ മുന്നിൽ കൊണ്ടുവരരുത്. എന്റെ മുഴുവൻ മൂടും പോയി. മാഡം, നിങ്ങളുടെ ഫാക്ടറിയിൽ ജോലി ചെയ്തപ്പോഴേ ഇനി അപകടം ഉണ്ടായത്. പറഞ്ഞു വന്നത്, ഇന്ന് നിങ്ങളുടെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് ട്രീറ്റ്മെന്റിന് കാശ് കൊടുക്ക്. കൊള്ളാലോ. ഇത് ഓർഡർ ആണോ അതോ റിക്വസ്റ്റോ? നേന ഭക്ഷിയോട് ആരും ഓർഡർ ചെയ്യാറില്ല, മനസ്സിലായോ? പ്രത്യേകിച്ച് നിന്നെ പോലുള്ളവർ. ഇൻഫാക്ട് ഞാനൊന്ന് നോക്കട്ടെ നീ ഇനി ഫാക്ടറിയിൽ ജോലി ചെയ്യണോ വേണ്ടയോ എന്ന്. സോ കമോൺ, ഞാൻ പറയുന്നത് നിനക്ക് ചെയ്യാൻ പറ്റുമോ? എന്നെ നീ നന്നായിട്ടൊന്ന് പുകഴ്ത്തി പറഞ്ഞേ. മാഡം, വെറുതെ കള്ളം പറഞ്ഞു പുകഴ്ത്തിയിട്ട് എന്താണ് നേട്ടം? ആ, ഇപ്പോഴീ പാവപ്പെട്ടവനെ സഹായിച്ചാൽ നിങ്ങളുടെ ഈ സ്പെഷ്യൽ ഡേ ഇവൻ ജീവിതത്തിൽ മറക്കില്ല. എന്നോട് ഇതുവരെ ആരും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. ഇന്ന് വരെ നിങ്ങളൊരു പാവപ്പെട്ടവനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ്. ഫൈൻ, ഞാൻ എറിഞ്ഞു തരുന്ന എച്ചില് നീ എന്ത് ചെയ്യുന്ന എനിക്കിപ്പൊ നീ കാണിച്ചു തരണം. നിലത്ത് കിടക്കുന്ന ഈ സ്വീറ്റ്സ് എടുത്തിട്ട് കഴിക്ക്. അത് കഴിച്ചിട്ട് നീ എന്നോട് താങ്ക്സും പറയും. ഇല്ലെങ്കിൽ നീയും നിന്റെ ഈ കൂട്ടുകാരനും നാളെ തൊട്ട് ഈ ഫാക്ടറിയിൽ ഇല്ല. ഗോട്ട് ഇറ്റ്? താഴെ കിടക്കുന്ന ഭക്ഷണം എടുത്ത് കഴിക്കുന്നതിൽ എനിക്കൊരു പ്രശ്നമില്ല മാഡം.
അതൊന്നും ഒരു തെറ്റേ അല്ല. പക്ഷെ എന്നാലും നിങ്ങളിത് കഴിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ ആരാന്ന് മനസ്സിലാക്കി തന്നല്ലോ. How dare you? ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ്. ഹാപ്പി ബർത്ത്ഡേ സ്വീറ്റ് ഹാർട്ട്. ഹൗ അപ്പോൾ നിങ്ങളെല്ലാവരും ബർത്ത്ഡേ സ്വീറ്റ്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞില്ലേ? ഇനി ഞാൻ പറയുന്നത് കേൾക്ക്. ഈ ആഴ്ച നമ്പർ 1 ബിസിനസ്സുകാരനായ മിസ്റ്റർ നായിക് നമ്മുടെ ഫാക്ടറി വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. നിങ്ങളുടെ ഡ്രസ്, നിങ്ങളുടെ മുഖം, നിങ്ങളുടെ മുടി എല്ലാം വൃത്തിയായിരിക്കണം. നിങ്ങളുടെ വേഷം കണ്ട് അവർക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. മനസ്സിലായോ? മാഡം, ഇത് നായക് സാർ വരാൻ പറഞ്ഞിരുന്നു. എല്ലാവരും പറയുന്നത് നായക് സാർ ഒരുപാട് സഹായിക്കുമെന്ന്. മാഡം, അത് എന്താണെന്ന് വെച്ചാൽ ദേവിനെ സാർ സഹായിക്കൂലേ? ഇങ്ങോട്ട് നോക്ക്. നായിക് സാറിന് മുമ്പിൽ വാ തുറക്കരുത്, അല്ലെങ്കിൽ ഫാക്ടറിയിലേക്ക് വരരുത്. മനസ്സിലായോ? വെറുതെ ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കണ്ട, നമുക്ക് പിന്നീട് സംസാരിക്കാം. ഓക്കെ? എന്തായി ചെയ്യുന്നേ? നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? എന്റെ സാധനം എന്തിനാ എടുത്തെറിഞ്ഞേ? പിന്നെ വലിച്ചെറിയാതെ നീ 3 മാസമായി വാടക എന്നിട്ട് നിന്ന് കുരയ്ക്കുന്നോടാ. അങ്കിൾ, എന്നെ വിശ്വാസമില്ലേ? എനിക്ക് ജോലി കിട്ടിയിട്ട് 3 മാസമല്ലേ ആയിട്ടുള്ളൂ. ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കുവല്ലേ. ഒരു 5 ദിവസം സമയം താ. 5 ദിവസം പോയിട്ട് 5 നിമിഷം പോലും ഞാൻ നിനക്ക് തരാൻ പോകുന്നില്ല. നിനക്ക് വാടക തരാൻ പറ്റില്ലെങ്കിൽ പോയി പ്ലാറ്റ്ഫോമിൽ ഇരിക്കടാ. ഇവിടെ നിന്ന് പോടാ. ഈ ഫോട്ടോയ്ക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇവിടെ ഒന്നും ആയിരിക്കില്ല നടക്കുന്നത്. അങ്കിൾ ഇതാണ് എൻ്റെ ഫാമിലിയുടെ ആകെയുള്ളൊരു ഫോട്ടോ. പ്ലീസ് അതെനിക്ക് തിരിച്ചതാ. ഇതാ പിടിച്ചോ. വൈകുന്നേരത്തിനുള്ളിൽ വാടക വന്നില്ലെങ്കിൽ നിന്റെ ഫോട്ടോയ്ക്ക് മാലയിടേണ്ടി വരും. മനസ്സിലായടാ? എനിക്ക് എന്റെ കുഞ്ഞിനോട് സംസാരിക്കണം. ഐ ഹാവ് എ പ്ലാൻ. $50,000? ഇതാരാ അയച്ചു തന്നത്? ആരായിരിക്കും എനിക്ക് ഇത്രയും പണം അയച്ചു തന്നത്? അതും ഇത്രയും 50,000. ഹലോ ആരാ? ഐ എം സോ ഡിസപ്പോയിന്റഡ്. തൊഴിലാളി മുതലാളിയുടെ ശബ്ദം അറിഞ്ഞിരിക്കേണ്ടതല്ലേ? നിനക്ക് പണം അയച്ചത് തെറ്റായിപ്പോയെന്ന് തോന്നുന്നു. മേഘ്ന മാഡം, കാര്യം എന്താന്ന് പറയോ? എന്തിനാ എന്നോട് ഇത്രയും ദയവ് കാണിക്കുന്നതെന്ന്? ദയവ് കാണിക്കുന്നത് മേഘന ബക്ഷിയുടെ സ്റ്റൈലല്ല. ഈ പണത്തിന് പകരം നീ എന്ത് ചെയ്യണമെന്നുള്ളത് നിന്നെ നേരിട്ട് കണ്ടിട്ട് പറയാം. $50,000 പകരം നീ എനിക്കൊരു ചെറിയ ജോലി ചെയ്തു തരണം. എൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് നീ എൻ്റെ ബോയ് ഫ്രണ്ടായിട്ട് എൻ്റെ കൂടെ വരണം. എന്ത്? നിങ്ങളുടെ ബോയ് ഫ്രണ്ടോ? ഐ നോ, നിന്റെ യോഗ്യതയ്ക്ക് മേലെയുള്ള ഓഫറാണ്. പക്ഷെ നോ പറയാനുള്ള ഓപ്ഷൻ ഇല്ല നിനക്ക്. ഇത് നിന്റെ നിലനിൽപ്പിന്റെ കാര്യമാണ്. നീ ഇത് സമ്മതിച്ചില്ലെങ്കിൽ യൂണിറ്റ് മുഴുവനും പൂട്ടിക്കളയും ഞാൻ. പിന്നെ പുതിയ യൂണിറ്റിൽ പഴയ ഒരാളും ഉണ്ടാവില്ല. മനസ്സിലായോ? പണത്തിന്റെ പേരിൽ വാക്ക് കൊടുക്കുന്ന ഒരാളല്ല ഞാൻ. ഇൻട്രസ്റ്റിംഗ്, വെരി ഇൻട്രസ്റ്റിംഗ്. പക്ഷേ എനിക്ക് നിന്നോട് ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിട്ടല്ല. എനിക്ക് നിന്റെ സമയം മാത്രം മതി. നീ ഇതിന് തയ്യാറായില്ലെങ്കിൽ അത് നിന്റെ സുഹൃത്തുക്കൾക്ക് കൂടി ബുദ്ധിമുട്ടാവും. എന്നെ നന്നായിട്ട് പ്രശംസിക്കുന്ന ആളെ മാത്രമേ എനിക്ക് ബോയ് ഫ്രണ്ട് ആക്കാൻ ഉദ്ദേശമുള്ളൂ. എത്ര നാളത്തേക്കാണ് നിങ്ങളുടെ ബോയ് ഫ്രണ്ടായിട്ട് ഞാൻ അഭിനയിക്കേണ്ടത്? സെൽഫ് ലവ് ചെയ്യാൻ ശ്രമിക്കും, നന്നായിരിക്കും. ഞാൻ സ്വയം സ്നേഹിക്കുന്നുണ്ട്. അത് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? അപ്പൊ പറയ്, പാർട്ടിയിൽ വരുന്നോ അതോ മറ്റുള്ളവരുടെയും ജോലി കളയോ? പറയ്, ഡാഡിനെ ഫോൺ ചെയ്യട്ടെ? മാഡം നിക്ക്. അതെ, പ്ലീസ് നിങ്ങളുടെ അച്ഛന് കോൾ ചെയ്യരുത്. ഞാൻ പാർട്ടിക്ക് വന്നോളാം. അച്ഛനോട് പറഞ്ഞേക്ക് ബക്ഷിയുടെ കമ്പനിയിലെ എല്ലാ ജോലിയും കഴിഞ്ഞു. പക്ഷേ
ഞാൻ തിരിച്ചു വരാൻ കുറച്ച് സമയമെടുക്കും. ആക്ച്വലി കുറച്ച് പേഴ്സണൽ വർക്ക്സിനായിട്ട് എനിക്ക് ഇവിടെ തന്നെ നിൽക്കേണ്ട കാര്യമുണ്ട്. അതുവരെ എൻ്റെ ഐഡന്റിറ്റി ആരും അറിയാൻ പാടില്ല. നന്നായിട്ടുണ്ട്. എത്ര പെട്ടെന്ന് വെറുതെ പുകഴ്ത്താൻ തുടങ്ങിയോ നീ? നിനക്കെന്നെ ശരിക്കും അറിയില്ല. തീരെ അങ്ങ് പോരല്ലോ. നമുക്ക് ഇതൊന്ന് മാറ്റിയേക്കാം. ട്രൈ ദിസ്. ഞാനിത് പിന്നിട്ട് നോക്കിക്കോളാമേ. ഇവിടെ നിന്ന് പറ്റില്ലേ? നിന്റെ ഈ നാണമൊക്കെ മാറ്റാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. Come on, kiss me. മാഡം, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ? ഈ ഈ നാടകം നിങ്ങൾ റിയൽ ആണെന്ന് വിചാരിക്കരുത് പ്ലീസ്. രാജേഷ്, ദേവിന്റെ പെങ്ങളുടെ ട്രീറ്റ്മെന്റ് കമ്പനിയുടെ പണം കൊണ്ടല്ലേ നടക്കുന്നേ? നമുക്ക് വേണമെങ്കിൽ അത് അവസാനിപ്പിക്കാം അല്ലേ? എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നിങ്ങളുടെ മനസ്സ് കല്ലാണ്. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? പ്ലീസ് നിങ്ങളൊന്നും പറയല്ലേ. കല്ലുമലിയിക്കാൻ സ്നേഹത്തിന് കഴിയുമല്ലോ. അതല്ലേ ഞാൻ നിന്നോട് ചോദിക്കുന്നുള്ളൂ. ശാലിനി മാഡം, ശാലിനി മാഡം, ശാലിനി മാഡം, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ശാലിനി മാഡം, മാഡം. അച്ഛാ, എന്തിനാ എനിക്ക് ഇങ്ങനെയൊക്കെ നടക്കുന്നേ? ആദ്യം നിങ്ങൾ എൻ്റെ അടുത്തുനിന്ന് എല്ലാം പറിച്ചു കൊണ്ടുപോയി. ഇപ്പൊ എന്റെ പ്രണയത്തിൽ നിങ്ങൾ കൊണ്ടുപോകണോ? അച്ഛാ പ്ലീസ്. ശാലിനി മാഡത്തിന് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാനവരെ പ്രണയിക്കുന്നുണ്ട്. പ്ലീസ് എന്നെ ഒരിക്കലും അവരുടെ അടുത്തൊന്ന് പിരിക്കരുത്. ഞങ്ങളുടെ അടുത്ത് കാശൊന്നുമില്ല. പറയുന്നത് കേക്ക്. ഞങ്ങളുടെ കയ്യിൽ പണമൊന്നുമില്ല. സമയം കളയാതെ വേഗം പടണ്ടാ. ഞാൻ സത്യം പറയുന്നത്, ഞങ്ങളുടെ കയ്യിൽ പണമൊന്നുമില്ല. അവരെ വിട് പ്ലീസ്, അവരെ വിട്. പാവപ്പെട്ടവരെ ഉപദ്രവിക്കരുത്. എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ല. നീയാണോ ഇവരെ രക്ഷിക്കാൻ പോകുന്നേ? നിന്നെ ഇവിടുന്ന് ആര് രക്ഷിക്കും? നിന്നെ ഇവിടുന്ന് പൊക്കോ. പോടാ. പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം. ഞങ്ങളെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദി മോനെ. അത് നിനക്ക് എല്ലാ അനുഗ്രഹവും ഉണ്ടാവും മോനെ. അനുഗ്രഹം കൊണ്ടൊന്നും നടക്കില്ല ആൻറ്റി. ദൈവം എനിക്കൊന്നും തന്നിട്ടില്ല, എല്ലാത്തിനെയും കൊണ്ടുപോയി. പക്ഷേ നിങ്ങൾ ഈ സമയത്ത് ഇവിടെ എന്താ ചെയ്യുന്നേ? മകൻ വർഷങ്ങൾക്ക് മുമ്പ് മിസ്സായി. അവനെ കിട്ടുന്നത് വരെ ഞങ്ങൾ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അവനെ അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ കുറേ നാളുകളായി നഷ്ടപ്പെട്ടു പോയിട്ട് ഞങ്ങൾ അന്വേഷിക്കുമായിരുന്നു. അവനിപ്പോൾ ഉണ്ടായിരുന്നേ നിന്റെ പോലെയായിരുന്നെന്ന്. എല്ലായിടത്തും ഞങ്ങൾ അന്വേഷിച്ചു. മോനറിയില്ലായിരിക്കും കുഞ്ഞിനെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ വേദന. എനിക്ക് മനസ്സിലാവും ആൻറ്റി, എല്ലാം മനസ്സിലാവും. നിങ്ങളെപ്പോലെ എൻ്റെ ഫാമിലി നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ മകനെ നാളെ അന്വേഷിച്ചിറങ്ങിയാൽ പോരെ? വേറെ ഒന്നുമില്ല. ഈ സമയത്ത് ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. എൻ്റെ വീട് ഇവിടെ അടുത്താ. ഇത് രാത്രി അവിടെ സ്റ്റേ ചെയ്യാം. വീടിന് അത്ര വലിപ്പമൊന്നുമില്ല, പക്ഷെ സുഖമായിട്ട് ഉറങ്ങാം. ഈ പ്രായത്തിൽ ഞങ്ങളെ ആൻറ്റി, പോവാം. ഇതാണ് എൻ്റെ വീട്. നല്ല രസമുണ്ട് കാണാൻ. ഈ ഫോട്ടോ എങ്ങനെ മോന്റെ കയ്യില്? അത് പിന്നെ ഇതെൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോയാണ്. ഈ ഫോട്ടോയ്ക്ക് കുറേ പഴക്കമുണ്ട്.
ഈ ഫോട്ടോ മാത്രമേ ഉള്ളൂ. ഇത് കണ്ടാൽ ഞാൻ ഉറങ്ങുന്നത്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് ഇത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഫോട്ടോ സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഇത് ഞങ്ങളാ, ആൻറ്റി. നിന്റെ അച്ഛനമ്മയും. അതെ കൃഷ്, നീയാണ് മോനെ നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ മകൻ. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ മകൻ കൃഷ്ണനെ തിരിച്ചു കിട്ടിയിരിക്കുകയാണിപ്പോ. ഈ കാണുന്നത് ഞാനും ഇത് നിന്റെ അച്ഛനുമാണ്. ചേട്ടാ, നമ്മുടെ കയ്യിലൊരു ഫോട്ടോ അല്ലേ, കാണിച്ചു കൊടുക്ക. നിങ്ങൾ എന്താ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്? കൃഷ് ഈ ഫോട്ടോ നോക്കിയേ. ദാ, നോക്ക്. നോക്ക്. ഇതാണ് ഞങ്ങളുടെ മകൻ, കാണാതെ ഞങ്ങളുടെ മകൻ. ഈ ഫോട്ടോ തന്നെ നിന്റെ കയ്യിലുള്ളത്. ഇല്ല 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 അങ്കിൾ. എൻ്റെ ചെറുപ്പത്തിൽ ഇതുപോലെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ല. സത്യം മോനെ, ഞങ്ങളുടെ മോനാ നീ. ഞങ്ങളുടെ ഞങ്ങളുടെ പൊന്നു മകൻ. മോൻ. അതെ കൃഷ്, ഞങ്ങൾ പറയുന്നൊക്കെ സത്യ. അമ്മ, അച്ഛ, നിങ്ങളോട് എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എനിക്കൊരുപാട് സന്തോഷം നിങ്ങൾ തിരിച്ചു കിട്ടിയതിൽ. എനിക്ക് നിങ്ങളെ വിട്ട് പോകാൻ ഒട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല. പക്ഷെ എനിക്ക് പോയേ പറ്റും. ഒരാൾക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിക്കണം. ഇപ്പൊ ആരുടെ മെസ്സേജ് വന്നത്? അതൊരു പെണ്ണിന്റെ അല്ലേ? പെൺകുട്ടിയുടെ കാണാൻ പോകുന്നേ. ഇന്ന് ഞങ്ങളും വരട്ടെ കൂടെ. ഞങ്ങളുടെ മരുമോള് ഞങ്ങൾക്ക് കാണണ്ടേ? വാ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവൾക്കിപ്പോൾ എന്നോട് ദേഷ്യമാണ്. പക്ഷെ ആരെയാണോ ഞാൻ കാണാൻ പോകുന്നത് അവളും ഞാനും എങ്ങനെയാന്ന് വെച്ചാൽ ശത്രുക്കൾ. ഗായ്സ്, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് തന്നിരുന്നില്ലേ ഒരു സ്പെഷ്യൽ ആളെ പരിചയപ്പെടുത്താന്ന്? മീറ്റ് മൈ ബോയ് ഫ്രണ്ട് ക്രിഷ്. ഞാൻ സമ്മതിക്കുന്നു, ആൾക്ക് എൻ്റെ അത്ര യോഗ്യതയൊന്നുമില്ല. അതിനിപ്പോ എന്താ കുഴപ്പം ഗായ്സ്? ഒരു സാധാരണ തൊഴിലാളിയുടെ ഹൃദയത്തിലുമുള്ളത് സ്നേഹം തന്നെയല്ലേ? ഈ വാടക കൂട്ട് എടുത്തിട്ടാണോ നീ ഇവിടെ വന്നത്? അമ്മേ, ഇറ്റലിയിൽ നിന്നുള്ള ഈ വേസ്റ്റ് ഞങ്ങളുടെ ഫാമിലിയുടെ ആർട്ട് കളക്ഷന്റെ ഭാഗമാണ്. ഐ മീൻ ദാറ്റ്. ഈ നഷ്ടം നിങ്ങൾ എങ്ങനെ നികത്തുമെന്നാണ് പറ? ഇനിയുള്ള കാലം മുഴുവൻ പാത്രം കഴുകിയിട്ടാണോ? എന്താണെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ സെറ്റിൽ ചെയ്തോളാം. വെരി ഇൻട്രസ്റ്റിംഗ്. മിസ്റ്റർ ശ്യാം, ഈ ബേസിന്റെ വില എത്രയാണെന്നൊന്ന് പറയാമോ? മേഡം, ഈ ലോകത്തിൽ ഇത് രണ്ടെണ്ണം. ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 90 ലക്ഷം വരും. 90 lakhs? ജീവൻ കൊടുത്താലും നിങ്ങളെ കൊണ്ട് ഇത്ര പണം ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷെ ഒന്നുണ്ട്, ഞാൻ വിചാരിച്ചാൽ ഇവർ ചെയ്ത തെറ്റിന് മാപ്പ് കൊടുക്കാൻ കഴിഞ്ഞേക്കും. അതിന് എനിക്കൊരു കണ്ടീഷനുണ്ട്. എന്താ കണ്ടീഷൻ? എല്ലാവരുടെയും മുൻപിൽ വെച്ച് മുട്ടുകുത്തി നിന്ന് നീ എന്നെ പ്രൊപ്പോസ് ചെയ്യേണ്ടി വരും. എന്റെ മകൻ എങ്ങനെ കഷ്ടപ്പെടുന്നത് കാണാനാവില്ല. ഒന്ന് അവസാനിപ്പിക്ക. എനിക്ക് തോന്നുന്നു കൃഷിനോടും ഇവിടെ കൂടി എല്ലാവരോടും നമ്മൾ ആരാണെന്ന് പറയേണ്ട സമയമായെന്ന്. പ്ലീസ്. ഓക്കെ, 90 lakhs ഞാൻ തരാം. നീയോ? നിന്റെ പേര് എസ്സിൽ തുടങ്ങുന്ന എന്തോ അല്ലേ? ശാലിനി. ജസ്റ്റ് റിമൈൻഡിങ് യു, നീ എന്റെ സോറി, ഇറ്റ്സ് ഡിക്ലൈൻഡ്. വാട്ട്? ഒന്നുകൂടെ ട്രൈ ചെയ്. ഓക്കെ, സോറി, അഗൈൻ ഡിക്ലൈൻഡ്.